നമ്മുടെ രാജ്യത്തിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടതിനെയും അവർ രക്തസാക്ഷികളായതിനെയും കുറിച്ച് നാം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യദിനം എന്ന് കേൾക്കുമ്പോൾ നാം അത് ആഘോഷിക്കുന്നു എന്നതിലുപരി അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകളോളം ഈ നാട് അനുഭവിച്ച ക്രൂരഭരണത്തിന് അന്ത്യം കുറിച്ചതിന്റെ പേരാണ് ഇന്ത്യ. അത് കേവലം 2 അക്ഷരങ്ങൾ മാത്രമല്ല, മറിച്ച് ഓരോ ഇന്ത്യക്കാരന്റെയും ജന്മസ്വപ്നമാണ്, അവന്റെ ജീവനാഡിയാണ്. അത് മതമുള്ളവന്റെയോ മതമില്ലാത്തവന്റെയോ ഒരു പ്രത്യേക തരം മതത്തിന്റെയോ സ്വകാര്യ സ്വത്തല്ല, ചൂഷണങ്ങൾക്കെതിരെയുള്ള തീഗോളമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടുന്ന നമ്മുടെ മുൻഗാമികൾ പടപൊരുതിയത്, നമ്മുടെ സമ്പത്തെല്ലാം ഊറ്റിക്കുടിച്ച് ഇവിടം കലാപഭൂമിയാക്കാൻ ശ്രമിച്ച, നമ്മുടെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് അവരുടെ ചോര ഊറ്റിയ ബ്രിട്ടനോടോ പാശ്ചാത്യ അധിനിവേശ ചിന്തകളോടോ മാത്രമായിരുന്നില്ല, ആ ആശയം പേറുന്ന പ്രത്യയ ശാസ്ത്രങ്ങളോടായിരുന്നു. രാഷ്ട്രീയത്തിന്റെ മറവിൽ ജനങ്ങളെ വിഡ്ഢികളാക്കി ആ ദുഷിച്ച ആശയം മുന്നോട്ട് വെച്ച് ലാഭമെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. നാം വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഒരിക്കലും വിദ്യാസമ്പന്നരായ വിഡ്ഢികളാവരുത്. മൗലാന അബുൽ കലാം ആസാദിനെയും നെഹ്റുവിനെയും ഗാന്ധിജിയെയും അങ്ങനെ ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികളെ നാം ഈ വേളയിൽ സ്മരിക്കേണ്ടതുണ്ട്. അവർ സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കണം. നമ്മുടെ ഈ രാഷ്ട്രത്തിൽ സ്നേഹവും സമാധാനവും വളരട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാം, പരിശ്രമിക്കാം. ജയ് ഹിന്ദ്.